വടകര പാർലമെന്റ് മണ്ഡലത്തിലെ CPM സ്ഥാനാർത്ഥിയായ കെ ശൈലജ ടീച്ചർക്കെതിരെ കോൺഗ്രസ് ലീഗ് പ്രവർത്തകരുടെ സൈബർ ആക്രമണം. ശൈലജ ടീച്ചറുടെ ഒഫീഷ്യൽ പേജിൽ ഉൾപ്പെടെ കേട്ടാലറക്കുന്ന തെറിവിളിയും അധിക്ഷേപവുമായി നിറയുകയാണ് കോൺഗ്രസ് ലീഗ് അണികൾ. കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പിലിനെ ഈ മണ്ഡലത്തിൽ പിന്തുണക്കുന്നവരാണ് എതിർ സ്ഥാനാർത്ഥികൾക്കെതിരെ ഈ രീതിയിൽ രംഗത്തെത്തിയിരിക്കുന്നത്. സിറ്റിംഗ് MP-യായ കെ മുരളീധരൻ തൃശൂരിലേക്ക് മാറിയതിനെ തുടർന്നാണ് അവസാന മിനിറ്റിൽ ഷാഫിക്ക് നറുക്ക് വീഴുന്നത്. പാലക്കാട് MLA-യായ ഷാഫിയെ ജയിപ്പിക്കാനായി സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തുന്നവർ ശൈലജ ടീച്ചറെ തെറിവിളിച്ച് തോൽപ്പിക്കാമെന്ന ചിന്തയിലാണ്. നൂറുകണക്കിന് വലത് പ്രൊഫൈലുകളെ കൂടാതെ വ്യാജ ID ഉണ്ടാക്കി കോൺഗ്രസ് സൈബർ സംഘവും തെറിവിളിക്കാൻ സജീവമാണ്. നേരത്തെ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിനിടെ അച്ചു ഉമ്മന്റെ വരുമാന സ്രോതസ് ചോദിച്ചപ്പോൾ സൈബർ ആക്രമണമെന്ന രീതിയിൽ വ്യാപകമായ പ്രചരണമാണുണ്ടായത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. മാധ്യമങ്ങളെല്ലാം ഇടതുപക്ഷത്തിനെതിരെ രംഗത്തെത്തുകയും ചെയ്തു. എന്നാൽ ശൈലജ ടീച്ചർക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന രൂക്ഷമായ സൈബർ ആക്രമണം കണ്ടില്ലെന്ന് നടിക്കുകയാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിനു ശേഷം CPM വനിതാ നേതാക്കൾക്കെതിരെയും ഭാര്യമാർക്കെതിരെയും ലൈംഗിക അധിക്ഷേപം ഉൾപ്പെടെയുള്ളവ സോഷ്യൽ മീഡിയയിൽ നടന്നിരുന്നു. കോട്ടയം കുഞ്ഞച്ചൻ എന്ന ID-യിൽ നിന്നും ഞെട്ടിക്കുന്ന രീതിയിലാണ് വ്യാജ നഗ്നചിത്രങ്ങളും അധിക്ഷേപങ്ങളും പ്രചരിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ കൊടങ്കരയാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്തി. ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സമാന രീതിയിൽ യൂത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സംഘമാണ് ശൈലജ ടീച്ചർക്കെതിരായ തെറിവിളിക്ക് പിന്നിലെന്നാണ് റിപ്പോർട്ട്. വടകരയിൽ ശൈലജ ടീച്ചർക്കെതിരെ ഷാഫി പറമ്പിൽ തോൽവി ഭയക്കുന്നതിനാലാണ് ഈ രീതിയിലുള്ള സൈബർ ആക്രമണം നടത്തുന്നതെന്നും ഇടത് പ്രൊഫൈലുകൾ ആരോപിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.